എൻ്റെ ഈശോയുടെ ഏറ്റവും പ്രിയമുള്ള സഹോദരങ്ങളെ, നമ്മൾ പരിശുദ്ധ അമ്മയോടൊപ്പം പന്തക്കുസ്ത തിരുനാളിന് ഒരുങ്ങുകയാണല്ലോ. അപ്പോൾ ഈ കുഞ്ഞുങ്ങളോടൊപ്പം നമുക്കും പ്രാർത്ഥിച്ചൊരുങ്ങാം. പരിശുദ്ധ അമ്മയെ സ്ലീഹന്മാരെ ഒരുക്കിയതുപോലെ ഞങ്ങളെയും ഒരുക്കണമേ, ധീരരാക്കണമേ, പരിശുദ്ധാത്മാവ് കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണമേ, ധൈര്യമുള്ളവരായി സുവിശേഷം പ്രഘോഷിക്കാൻ ഞങ്ങളെ ശക്തരാക്കണമേ. പ്രിയമുള്ളവരെ, പരിശുദ്ധ പിതാവിൻ്റെ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞു എന്നതിൻ്റെ സൂചന നൽകുവാൻ വെള്ളപ്പുക ഉയരുന്നതിന് മുൻപേ പ്രാവ് അവിടെ ചുറ്റും പറക്കുന്നതായി നമ്മൾ കണ്ടു. പുക ഉയരുന്നതിന് മുൻപ് തന്നെ ഇണപ്രാവും അവിടെ ചുറ്റിപ്പറ്റി പറന്നു നടന്നു. അതേസമയം തന്നെ പോപ്പിൻ്റെ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞുവെന്ന ലോകത്തെ അറിയിച്ചുകൊണ്ടുള്ള പുക ഉയരുമ്പോൾ 3 കുഞ്ഞുങ്ങൾ അവിടേക്ക്, പ്രാവും കുഞ്ഞുങ്ങൾ പറന്നു വന്നു. തള്ളപ്രാവ് ഒരു കുഞ്ഞിൻ്റെ വായിലേക്ക് തീറ്റ കൊത്തിവെച്ചു കൊടുക്കുന്ന മനോഹരമായ കാഴ്ച നാം കണ്ടു. കത്തോലിക്ക സഭയ്ക്ക് വലിയൊരു സന്ദേശമാണ് ഇതിലൂടെ ലഭിക്കുക. ഗാർഹിക സഭയാകുന്ന തിരുസഭ പ്രത്യേകം ശ്രദ്ധ വയ്ക്കേണ്ടത് കുടുംബങ്ങളിലേക്കും കുഞ്ഞുമക്കളിലേക്കുമാണെന്ന്, അതിന് തക്കവണ്ണം തിരുസഭ തലവനെ ശക്തിപ്പെടുത്തണമെന്നും ഈ പന്തക്കുസ്തയിൽ നമുക്ക് പ്രാർത്ഥിക്കാം. തലേ ദിവസം ഒരു കഴുകനാണ് പുകക്കുഴലിനെ ചുറ്റിപ്പറന്നത്. ഇത് മറ്റൊരു സൂചനയായി നമുക്ക് മനസ്സിലാക്കാവുന്നതേയുള്ളൂ. നന്മയെ നശിപ്പിക്കുവാൻ തിന്മയുടെ ശക്തി പ്രവർത്തിക്കുന്നു. നമുക്ക് ചുറ്റും ഉയരുന്ന വാട്സാപ്പിലൂടെ തരുന്ന സന്ദേശങ്ങൾ, മുറവിളികൾ ഇതിന് ശക്തി കൂട്ടുന്നുണ്ടെങ്കിലും ഈശോയുടെ ഹൃദയത്തിൻ്റെ ആഴങ്ങളിൽ നിന്നും പരന്നുയരുന്ന സ്നേഹത്തിൻ്റെ ആത്മാവ്, അതെ, സ്നേഹപൂർവം വാഗ്ദാനം ചെയ്യപ്പെട്ടതായ പരിശുദ്ധ ആത്മാവ് നമ്മുടെ സഹായകനായി നമുക്ക് എപ്പോഴും ഉണ്ടാകും. അതുപോലെ തന്നെ മാമോദീസ സ്വീകരിച്ച ഓരോ സന്താനങ്ങൾക്കും ഈശോയുടെ ഈ വാഗ്ദാനം എന്നും ഉണ്ടാകും. നമ്മുടെ പരിശുദ്ധ പിതാവിനായി നമുക്ക് പ്രാർത്ഥിക്കാം. ഓരോ നിമിഷവും അവിടുത്തെ സംരക്ഷിക്കുന്നതിനും പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുന്നതിനും തിരുസഭയിൽ പ്രത്യേകം പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയും ഊർജവും കത്തിജ്വലിക്കപ്പെടുന്നതിനും നമുക്ക് ഈ പന്തക്കുസ്തയിൽ പ്രത്യേകം പ്രാർത്ഥിക്കാം. പന്തക്കുസ്തയിൽ എടുക്കുന്ന തീരുമാനങ്ങൾ, ശക്തി, പരിശുദ്ധാത്മാ നിറവ്, ഇതെല്ലാം കൊണ്ട് കൂടുതൽ തീക്ഷ്ണതയോടെ പ്രവർത്തിക്കുവാനുള്ള ധീരതയും ആത്മശക്തിയും നമുക്ക് ആർജിച്ചെടുക്കാം. ബൈബിൾ യോഹന്നാൻ 14:16. ബൈബിൾ യോഹന്നാൻ 14:16. ബൈബിൾ യോഹന്നാൻ 14:16. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വന്നു കഴിയുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും.